മുൻ MLA KC രാജഗോപാലിനെതിരെ CPM പത്തനംതിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് എന്ന പഴയകാലം KCR മറക്കരുത്. അനർഹർക്ക് താൽക്കാലിക ലാഭത്തിനു വേണ്ടി അവസരം നൽകിയതിന്റെ ഫലമാണ് KC രാജഗോപാലൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് K പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. മെഴുവേലി പഞ്ചായത്തിൽ ഭരണം നഷ്ടമായതിലും തന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിലും KCR പാർട്ടിയെ വിമർശിച്ചിരുന്നു. നന്ദുഷ വിവരണമായി ചേരുന്നു. നന്ദുഷ, എന്താണ് പോസ്റ്റിൽ പറയുന്നത്? ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെഴുവേലി പഞ്ചായത്തിൽ നിന്നും മുൻ MLA KC രാജഗോപാൽ മത്സരിച്ചിരുന്നു. എന്നാൽ കാര്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ KCRന് കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രാദേശിക പാർട്ടിക്കാരെ വിമർശിച്ചുകൊണ്ട് KCR രംഗത്ത് വന്നിരുന്നു. പാർട്ടിയിലെ കാലുവാരൽ മൂലമാണ് തനിക്ക് മികച്ച വിജയം നേടാനാകാഞ്ഞതെന്നും പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാൻ പറ്റാതെ പോയതെന്നും അദ്ദേഹം പ്രാദേശിക പാർട്ടിക്കാരെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. KCRന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്നാണ് ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം. ഏതായാലും ഇന്ന് മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള K പ്രകാശ് ബാബുവാണ് KCRനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് അനിവാര്യമാണെന്നും KCRനെ പോലെ 70 കഴിഞ്ഞ വ്യക്തിയെ പാർട്ടി വീണ്ടും ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ പ്രാധാന്യത്തിൽ കാണണമെന്നുമായിരുന്നു K പ്രകാശ് ബാബുവിന്റെ വിമർശനം. അതോടൊപ്പം പാർട്ടിയിൽ മുൻപ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി ജില്ലയിൽ വളർന്നിരുന്ന സമയത്ത് അനർഹരെ പല സ്ഥാനമാനങ്ങളിലും അദ്ദേഹം നിയമിച്ചിരുന്നു. ആ ആളുകൾ തന്നെയാണ് KCRനെ കാലുവാരിയതെന്നാണ് ഇപ്പോൾ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. ഏതായാലും KCR ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. KCRനെതിരെ ഇത്ര ശക്തമായ ഒരു പ്രതികരണം CPMൽ നിന്ന് ഉയർന്നു വരുന്നത് ഇപ്പോൾ ആദ്യമാണ്. ഇന്നലെ ഏരിയ സെക്രട്ടറി പ്രതികരിച്ചിട്ട് പോലും KCRനെ പരസ്യമായി വിമർശിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊന്നും കടന്നില്ല. ഏതായാലും KCRനെതിരെ ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ കടുത്ത ആമർശം പുകയുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ തിരുവല്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള K പ്രകാശ് ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. ശരി നന്ദുഷ.